വീണ്ടും സ്വാഗതം ന്യൂസ് ഡീകോഡിലേക്ക്. ഇന്ന് പുറത്തു വന്ന ടുഡേയ്സ് ചാണക്യ ഏജൻസിയുടെ എക്സിറ്റ് പോൾ ഫലമാണ് നമ്മൾ വിലയിരുത്തുന്നത്. കേരളവും തമിഴ്നാടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി ബംഗാളിലെ അവരുടെ പ്രവചനം എങ്ങനെയാണെന്ന് നോക്കാം. ഒപ്പം 2021 അവരുടെ പ്രവചനവും 2026 പ്രവചനവും തമ്മിലുള്ള താരതമ്യവും ഒന്ന് വിശദമായി പരിശോധിക്കാം. യെസ്, നോക്കൂ, നമ്മളിനി പോകുന്നത് ബംഗാളിലേക്കാണ്. ബംഗാളിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ റോയിലേക്ക് ആദ്യം പോകാം. മൊത്തം സീറ്റ് 234 ബംഗാളിൽ. മെജോറിറ്റിക്ക് വേണ്ട മാജിക് നമ്പർ 118 നിലവിൽ TMCക്ക് മൃഗീയമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. 215 സീറ്റുകൾ നേടിക്കൊണ്ടാണ് നിലവിൽ TMC അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തവണത്തെ പ്രൊജക്ഷനിലേക്ക്, ഇത്തവണത്തെ പ്രവചനത്തിലേക്ക് വന്നാൽ 2026 തെരഞ്ഞെടുപ്പിൽ NDA അവിടെ അട്ടിമറി ജയം നേടി അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുകയാണ് ടുഡേയ്സ് ചാണക്യം. ഇന്നലെ ഏറെക്കുറെ എല്ലാ ബഹുഭൂരിപക്ഷം ഏജൻസികളും പ്രവചിച്ചത് NDAയുടെ അട്ടിമറി ജയവും അവർ അധികാരത്തിലെത്തുമെന്ന പ്രവചനവുമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരേ ഒരു ഏജൻസി മാത്രമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന് അധികാര തുടർച്ച പ്രവചിച്ചത്. അപ്പോ ആ ബഹുഭൂരിപക്ഷം ഏജൻസികൾക്കൊപ്പം നിന്നുകൊണ്ട് ടുഡേയ്സ് ചാണക്യം അവിടെ NDA അധികാരത്തിലെത്തും എന്ന പ്രവചനം നടത്തുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ 181 മുതൽ 203 സീറ്റ് വരെ നേടിയേക്കാം എന്ന വലിയ പ്രവചനമാണ് അവിടെ ടുഡേയ്സ് ചാണക്യ ബംഗാളിൽ നടത്തുന്നത്. ഇനി TMC 89 മുതൽ 111 സീറ്റ് വരെ മാത്രമേ TMCക്ക് മൂന്നാം ഊഴത്തിൽ നേടാൻ കഴിയുകയുള്ളൂ. രണ്ടാം സ്ഥാനത്തേക്ക് പോകും മമതയും തൃണമൂലും എന്ന പ്രവചനമാണ് ബംഗാളിൽ നടത്തുന്നത്. അത് ഇക്കുറി 2026. അപ്പോൾ 2021 എന്തായിരുന്നു ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം? എന്താണ് അവിടെ എക്സാക്ട്ലി സംഭവിച്ചത് എന്നുകൂടി നോക്കാം. നോക്കൂ, 2021 TMC അധികാരത്തിൽ തുടരും എന്നുള്ളത് തന്നെയായിരുന്നു അവർ കറക്റ്റായി പ്രവചിച്ചത്. 169 മുതൽ 191 സീറ്റ് വരെ നേടും എന്നതായിരുന്നു ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. ആ സീറ്റെണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. എക്സാക്റ്റിലെ പൂർണ്ണമായ കൃത്യതയിലേക്ക് എത്തിയിട്ടില്ല. കാരണം TMCയുടെ നമ്പർ 215 ആയിരുന്നു. 191 വരെ അവർ പ്രവചിച്ചു നോക്കിയിട്ടുണ്ട് ടുഡേയ്സ് ചാണക്യ. പക്ഷെ എങ്കിൽ കൂടിയും TMCക്ക് അധികാര തുടർച്ചയുണ്ടാകുമെന്ന പ്രവചനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടുഡേയ്സ് ചാണക്യ നടത്തിയിരുന്നു. ഒപ്പം തന്നെ NDA 97 മുതൽ 119 സീറ്റ് വരെ നേടിയേക്കാം എന്ന പ്രവചനം നടത്തി. അത് 75 എത്തി. എന്ന് വെച്ചാൽ 97 മുതൽ 97 സീറ്റ് മിനിമം നേടും എന്ന പ്രവചനം കഴിഞ്ഞ ഒരു ചാണക്യ നടത്തിയിരുന്നു. പക്ഷേ അത് 75 എത്തിയതേ ഉള്ളൂ. ഇക്കുറി പക്ഷേ ഏറ്റവും മിനിമം 181 സീറ്റ് അവിടെ NDA നേടും എന്ന് പ്രവചിക്കുകയാണ് ടുഡേയ്സ് ചാണക്യ. അപ്പോൾ ഇക്കുറി എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ 3 സംസ്ഥാനങ്ങളിലെ പ്രവചനമാണ് നമ്മൾ പരിശോധിച്ചത്. അസമിലും പ്രവചനം നടത്തിയിട്ടുണ്ട് അവർ. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന സഖ്യത്തിന് വലിയ വിജയമാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നതെന്ന് വെച്ചാൽ ആകെയുള്ള 126 സീറ്റുകളിൽ 93 മുതൽ 111 സീറ്റുകൾ വരെ നേടി BJP സഖ്യം അധികാരം നിലനിർത്തും എന്ന പ്രവചനമാണ് അവിടെ ടുഡേയ്സ് ചാണക്യ അസമിൽ നടത്തിയിരിക്കുന്നത്. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് വലിയ നിരാശയുണ്ടാകുമെന്ന പ്രവചനം കൂടി നടത്തുന്നു. കോൺഗ്രസ് നയിക്കുന്ന സഖ്യത്തിന് 14 മുതൽ 32 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ എന്നും ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോളിൽ പറയുന്നു. ഒപ്പം AIUDF എന്ന സഖ്യം അക്കൗണ്ട് തുറക്കില്ലെന്നും ഈ എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്രം മറ്റ് ചെറിയ പാർട്ടികളും 2 സീറ്റുകൾ മാത്രം വരെ നേടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അസമിലെ അവരുടെ പ്രഡിക്ഷൻ. അപ്പോൾ ടുഡേയ്സ് ചാണക്യ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വലിയ ആകാംക്ഷയോടുകൂടി വലിയ പ്രാധാന്യത്തോടുകൂടി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വോട്ടർമാരും ഒക്കെ കാത്തിരിക്കുന്ന പ്രഡിക്ഷനാണ്. കഴിഞ്ഞ കുറി ഏറെക്കുറെ കേരളത്തിൽ ഒരു ആക്യുറേറ്റ് ആയ പ്രഡിക്ഷൻ നടത്തിയവരാണ് അവർ. എന്ന് വെച്ചാൽ ആവറേജ് 99 എത്തും എന്നുള്ളതായിരുന്നു അവരുടെ പ്രഡിക്ഷൻ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അമ്പേ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. അവരുടെ പ്രഡിക്ഷൻ 400-ൽ കൂടുതൽ, ഇപ്പോൾ 420 സീറ്റുകൾ വരെ BJP പോയേക്കാം എന്ന കടന്ന പ്രവചനം നടത്തിയവരാണ് ടുഡേയ്സ് ചാണക്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ചിലതൊക്കെ അവർക്ക് പാളിപ്പോയിട്ടുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം ചിലതൊക്കെ ശരിയായിട്ടുമുണ്ട്. അപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം ഒന്ന് വിലയിരുത്തിയെന്ന് മാത്രം അത് തന്നെ ശരിയായിക്കൊള്ളണമെന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതാണ് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ.